വളരെ അസാധാരണമായ ഒരു ജീവിത പരിസരത്തിലാണ് മാനവരാശി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ലോകമാകമാനം പിടിമുറുക്കിയിരിക്കുന്ന കോവിഡ് വളരെയധികം ചോദ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു ഏക അഭിപ്രായം ശാസ്ത്ര ലോകത്തിനും ചിന്തകന്മാർക്കും ഉള്ളത്, ചരിത്രം അതിൻ്റെ ഒരു വഴിത്തിരിവിലാണ്. കാലം കോവിഡിന് മുമ്പ് അല്ലെങ്കിൽ കോവിഡിന് ശേഷം എന്നിങ്ങനെ വിഭജിക്കപ്പെടാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഒന്നാണ് വിദ്യാഭ്യാസ രംഗം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ അക്കാദമിക് ഇയറിൽ പൂർണ്ണമായിട്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ നിന്ന് കോളേജുകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗതമായിട്ടുള്ള ക്ലാസ് റൂം പഠനം തീർത്തും അസാധ്യമായിരിക്കുന്നു. ഈ അവസരത്തിലാണ് ഈ അക്കാദമിക് വർഷത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വിപുലമായിട്ടുള്ള മാർഗ്ഗങ്ങൾ, നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിവുള്ളിടത്തോളം ഒരു ബദൽ മാർഗ്ഗം കണ്ടെത്താനായിട്ട് CMS കോളേജ് ശ്രമിച്ചത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ വിപുലമായിട്ടുള്ള സാധ്യതകൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സുഗമമായിട്ട് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സുകളുടെ സഹായിക്കുന്ന വളരെ ചിലവ് കുറഞ്ഞ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. CMS കോളേജ് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക സംവിധാനമായ ലൈറ്റ് ബോർഡ് ഈ രംഗത്ത് ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ജൈവികമായിട്ടുള്ള ക്ലാസ് റൂമിലെ പഠനം കൊണ്ട് സാധ്യമാകുന്നത് സാധ്യമായിട്ടില്ലെങ്കിൽ പോലും കഴിവുള്ളിടത്തോളം ഒരു ബദൽ മാർഗ്ഗം എന്നുള്ള നിലയിലാണ് CMS കോളേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തുടക്കം മുതൽ തന്നെ പങ്കാളിത്തം കൊണ്ട് നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അവരുടെ തന്നെ മൗലികമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. പെർഫോമൻസ് ലെക്ചേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയാണ് നടപ്പിലാകുന്നത്. ബിരുദ 3-ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു ആശയം ഏറ്റവും മനോഹരമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. CMS കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഒട്ടുമിക്ക കോളേജുകളുടെയും കരിക്കുലത്തിൻ്റെ ഭാഗമായ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഒരു ഭാഗം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതിലൂടെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഗുണഭോക്താക്കളാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ബൗദ്ധികവും കലാപരവും ഉൾപ്പെടെ ഒരു വലിയ മനുഷ്യ പ്രയത്ന കൂട്ടായ്മ ഈ പദ്ധതിക്ക് പുറകിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും കോളേജിലെ IT വിഭാഗത്തിലെ ആളുകളെയും ഒക്കെ ഹാർദവമായിട്ട് അഭിനന്ദിക്കുന്നു. അക്കാദമിക് രംഗത്ത് ഈ വീഡിയോ ഒരു വലിയ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് അഭിമാനത്തോടുകൂടി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. The Department of English gladly presents before you a performance lecture on A Chronicle of the Peacocks. This is a short story which appears in Module 2 of Literature and as Identity, prescribed for the 3rd semester BA/BSc students under the umbrella of South Asian Identities. We hope that this academic adaptation will help students to understand and appreciate the story better. Intizar Hussain is an Urdu writer and journalist who lived to see the Indo-Pak partition. Hussain is called a chronicler. His stories are about the legends and history of South Asia and much more. Hussain talks about wars and fights, where man fought with himself and with each other, filling the world with misery, which destroyed the peace and tranquility of the environment and all the living beings in it. So, here comes for you, dear students, from the Department of English, CMS College, Moornama, A Chronicle of the Peacocks. A Chronicle of the Peacocks വളരെ ആഴത്തിൽ അർത്ഥതലമുള്ള ഒരു തലക്കെട്ടാണ്. The word chronicle means
an account of history written on a regular or a daily basis. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എല്ലാ ദിവസത്തെയും വിവരണമൊന്നും അല്ല നമ്മുടെ റൈറ്റർ ഇന്തിസാർ ഹുസൈൻ നൽകുന്നത്. പകരം ചരിത്രത്തിലെയും പുരാണങ്ങളിലെയും ശ്രദ്ധേയമായ ചില സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ചരിത്രത്തിലെ വിവിധ സമയങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ യുദ്ധക്കൊതിയും അക്രമവാസനയും എല്ലാ കാലത്തും എത്രമാത്രം ഭയാനകമാണ് എന്ന് വിവരിക്കാനാണ് റൈറ്റർ ശ്രമിക്കുന്നത്. പീകോക്ക് അല്ലെങ്കിൽ മയിലുകൾ അവർ ഒരു പ്രതീകമാണ്. സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ അടയാളമായി കാണപ്പെടുന്ന ഈ മനോഹര ജീവികൾ പകയുടെയും കാപട്യത്തിൻ്റെയും ദുരന്തങ്ങൾ വഹിക്കുവാൻ വിധിക്കപ്പെട്ട സകല ജീവജാലങ്ങളുടെയും പ്രതീകങ്ങളാണിവർ. In the story, there are lots of characters and incidents. Some are contemporary and some are legendary. As we move on, we will be introduced to at least 11 people, and there are 13 places, and among them some are historic and some are private, and there are animals and birds. Around 10 are introduced, and the story moves through 18 incidents. Allah alone knows why this evil spirit is after me. The story is brought to us by a narrator. കഥ നമ്മളോട് പറയുന്നയാളാണ് ഈ നറേറ്റർ. മയിലുകളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ അദ്ദേഹം പോയതാണ്. But he finds that he is followed by an evil spirit. ഒരു ദുരാത്മാവ് തന്നെ വേട്ടയാടുന്നു. Why did he go to enquire about the peacocks? That was something he found in the newspaper. There was a news about a test bomb explosion in Rajasthan. ഇത് 1974 മെയ് മാസം 18 നടന്ന ഒരു സംഭവമാണ്. Somewhere in between the news was an insignificant note on how the explosion had frightened the peacocks. The narrator reacts. He writes a column to express his sympathy for the peacocks. പത്രത്തിലേക്ക് തൻ്റെ പ്രതികരണം എഴുതിയ നറേറ്റർ ആശ്വസിക്കുന്നു. He feels his duty to be over, but is it really over? No, it's not really over. The narrator is disturbed. He says, that insignificant piece of information disturbed me in the same way as that small fish had disturbed Manuji. King Manu ഒരു വിഷ്ണു ഭക്തനായിരുന്നു. He once caught a small fish and kept it in a pot, and he felt his duty to be over. But the fish began to grow and grow. Manuji had to take it and release it to the lake, then to a river, and finally to the sea. തൻ്റെ കയ്യിൽ വന്ന ചെറുമത്സ്യം എങ്ങനെ മനുരാജാവിനെ അലട്ടിയോ അതുപോലെയാണ് മയിലുകളെക്കുറിച്ചുള്ള വാർത്ത നമ്മുടെ കഥാകാരൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലേക്ക് താൻ നടത്തിയ ഒരു യാത്ര അദ്ദേഹം ഓർമ്മിക്കുന്നു. നോക്കുന്ന സ്ഥലത്തെല്ലാം മനോഹരമായ മയിലുകൾ. അവയുടെ സംഗീതം
തനിക്കുള്ള സ്വാഗതവും മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള ആശംസയുമാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നു. Let me read to you from the text. There were peacocks, peacocks and more peacocks. Peacocks with bright blue tails. They had a quiet dignity and a royal grace and a calm elegance. The next evening, as I was about to leave the city, I saw peacocks on every tree, rock and hill. Their movements had the same peace, the same grace and the same beauty. The air was filled with the song of peacocks. I thought they were there to both welcome and bid me farewell. ഇന്നത്തെ ചിത്രം വ്യത്യസ്തമാണ്. Even in his imagination, the narrator cannot see the peacock or hear their song. Where have they disappeared? പെട്ടെന്ന് തൻ്റെ മനസ്സിലൊരു ചിത്രം തെളിയുന്നു. ദൂരെ ഒരു കുന്നിൻ ചെരുവിൽ ഏകാന്തമായിരിക്കുന്ന ഒരു മയിൽ, എ ലോൺലി പീകോക്ക്. അവശതയും മുറിവുകളും ആ ശരീരത്തിലുണ്ട്. അതിനെ സമീപിക്കാൻ നരേറ്റർ ശ്രമിക്കുന്നു, പക്ഷേ അത് ഭയത്തോടെ മാറിപ്പോകുന്നു. ബട്ട് ബിഫോർ ഐ കൻ റീച്ച് ദ ഹിൽ, ഹി റൈസസ് ഇൻ ദ സ്കൈ സ്ക്രീമിംഗ് വിത്ത് ടെറർ ആൻഡ് ഡിസപ്പിയേഴ്സ്. എവിടേക്കാണ് അത് പറന്നു പോയത്? അതിൻ്റെ കൂട്ടാളികൾ, നേരത്തെ ഉണ്ടായിരുന്ന എണ്ണമറ്റ മയിലുകൾ ഒക്കെ ഇപ്പോൾ എവിടെയാണ്? വൈ ഈസ് ഹി സോ ടെറിഫൈഡ്? ഭയചകിതമായിരിക്കുന്ന ആ മയിലിൻ്റെ രൂപം തൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന മറ്റൊരു ചിത്രമാണ് കഥാകാരൻ ഇനി നമ്മോട് പറയുന്നത്. This new image is that of a duck. ഒരു കടൽ തീരത്താണ് ഈ പക്ഷിയെ നറേറ്റർ കാണുന്നത്. കഴിഞ്ഞ നാൾ വരെ ഈ കടൽ മനോഹരമായിരുന്നു. എന്നാൽ ഇന്ന് ഇരുണ്ട് എണ്ണപ്പാട കൊണ്ട് മൂടിയ അവസ്ഥയിലാണ്. The duck is also covered with foul effluence. Its wings are heavy with slime and it cannot fly. ഈ താറാവ് ദുരന്തത്തിൻ്റെ ഒരു പ്രതീകമാണ്. The symbol of the horrors of the war between the United States and Iraq. മനുഷ്യർ പരസ്പരം നടത്തുന്ന ആക്രമങ്ങൾ തൻ്റെ പ്രജകൾക്ക് നേരെ സദ്ദാം ഹുസൈൻ നടത്തിയതും കുവൈറ്റിനെതിരെ ഇറാഖ് ചെയ്തതും ഇറാഖിനെതിരെ അമേരിക്കയുടെ ആക്രമണവും ഇതിൻ്റെ എല്ലാം ദുരന്തം പേറുന്ന ജീവികളുടെ സൂചനയാണോ ഈ താറാവ്? സഫറിംഗ് ഈസ് എ സേക്രഡ് ഡ്യൂട്ടി. ദുരന്തങ്ങൾ ഒരു ദിവ്യ നിയോഗമാണ് എന്ന് വിശ്വസിക്കുന്ന പ്രവാചകന്മാരുടെ ഒരു പ്രതീകമാണോ ഈ പക്ഷി? The narrator continues and says, "It never occurred to me to write a story about this duck. It is only a poor small bird and not a gorgeous peacock about whom I am anxious to write a story now." താറാവിന് പകരം ഒരു റോയൽ സ്വോൺ, ഒരു രാജഹംസമായിരുന്നെങ്കിലോ? മനോഹരമായ ജലാശയങ്ങളിൽ നീന്തി നടന്ന രാജഹംസങ്ങളുടെ കാലം കഴിഞ്ഞു. കൈലാസ പർവ്വതത്തിലെ മാനസരോവറിൽ പോലും ഇന്ന് അരയന്നങ്ങളില്ല. Nor are there any royal swans that swim in the shimmering waters of the Manasarovar. Now, no one even knows where Manasarovar is. The lakes are dry and the rivers are polluted. The royal swans have flown away. Only the poor ducks have been left behind to bear the burden of our times. നറേറ്ററിൻ്റെ ബാല്യകാലത്തിലെ ഒരു അനുഭവമാണ് അടുത്തത്. ടെറസിൽ വന്നിരുന്ന ഒരു മയിലിനെ പിടിക്കുവാൻ കുട്ടിയായ നറേറ്റർ ശ്രമിക്കുന്നു. എന്നാൽ അത് പറന്ന് രക്ഷപ്പെടുന്നു. ഇത് കണ്ടുവന്ന ദാദിമ, അവൻ്റെ മുത്തശ്ശി അവനെ വഴക്ക് പറയുകയും മയിലുകളെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. You should never trouble a peacock, beta. He's a bird of paradise. Bird of paradise? What is he doing here, Dadima? He's paying for his mistake. What did he do to be so punished? Oh, beta. He was so innocent. But you know what? He got trapped in the wiles of that wretch, Satan. Oh! How did he get trapped in the wiles of Satan? Let me tell you, child. The wretch disguised himself as an old man and went to the gates of paradise. He pleaded with the gatekeepers to let him in.
But the gatekeepers saw through and recognized that the old man was Satan. And they refused to open the gates. Uh-huh. Is it? Yeah. And a peacock who was sitting on the wall surrounding the garden of paradise felt very sorry for the old man. He flew down to him and said, "Buddy Mia, I'll help you across the wall." Well, what does a blind man need but the guidance of someone who can see? Satan jumped onto the peacock's back at once, and the peacock flew over the wall of paradise and helped Satan enter the Garden of Eden. When Allah Mia found out, he was very angry. When he exiled Adam and Eve from the Garden of Eden, he also asked the peacock to get out. Poor thing. Oh, that is sad. The peacock, he used to sit on the wall of paradise. Now he sits on the wall of our terrace. Yes, son. This is what happens when we are exiled from our own courtyards. Now all he can do is to find something to sit on. Any wall, around any courtyard, or any tree or hill where he can find a foothold. പറുദീസയുടെ പക്ഷിയായി മയിലിനെ ചിത്രീകരിക്കുന്ന കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മയിലുകൾ ഭൂമിയിൽ അലയുകയാണ്. ഒരിക്കൽ ഒരു ചതിയിൽപ്പെട്ട് ശാപമേറ്റ അനുഭവമാണ് ഈ പക്ഷികൾക്കുണ്ടായത്. സ്വന്തം ആവാസങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. നൂറ്റാണ്ടുകൾക്ക് ശേഷവും രാജസ്ഥാനിലെ ബോംബ് സ്ഫോടന പരീക്ഷണത്തിൻ്റെ ഫലവും ഇതുതന്നെയല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ദ പീകോക്സ്, ആസ് ദാദിമ സേയ്സ്, ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ആർ എക്സൈൽ ഫ്രം അവർ ഓൺ കോർട്ട്യാർഡ്സ്. കുട്ടിക്കാലത്തിൻ്റെ ഈ ഓർമ്മയിൽ നിന്ന് കഥാകാരൻ നമ്മെ കൊണ്ടുപോകുന്നത് തൻ്റെ യാത്രകളുടെ തുടർച്ചയിലേക്കാണ്. നൗ ഹീസ് ഇൻ ശ്രാവസ്തി. ബുദ്ധമത വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രാവസ്തി. മഹാത്മാ ബുദ്ധ ഹാഡ് ലിവ് ദെയർ എ ലോങ് ടൈം അഗോ. അവിടെ ഒരു കുന്നിനോട് ചേർന്ന് ഒരു മയിലിരിക്കുന്നത് നറേറ്റർ ശ്രദ്ധിച്ചു. ദ പീകോക്ക് ഇൻ ദ ഹിൽ വാസ് പെർഹാപ്സ് ദ ലാസ്റ്റ് ഓഫ് ദ സർവൈവേഴ്സ് ഫ്രം ദ ഡേയ്സ് ഓഫ് ദ ബുദ്ധ ആൻഡ് സ്റ്റിൽ ക്യാരിഡ് ഇമേജസ് ഓഫ് ദോസ് ഡേയ്സ് ഇൻ ഹിസ് ഐസ്. ശ്രാവസ്തിയിൽ അധികം താമസിക്കാതെ കഥാകാരൻ ഡൽഹിയിലേക്ക് വരികയാണ്. നഗരത്തിന് കുറഞ്ഞപക്ഷം നിസാമുദ്ദീനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് ഒരു ശോകഭാവമാണുള്ളത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ എത്തി ഒരു യാത്രാസംഘം കൊള്ളയടിക്കപ്പെട്ട വിവരം അദ്ദേഹം അറിയുന്നു. നിസാമുദ്ദീൻ്റെ ഖബർസ്ഥാനം പോലും ഒരു ദുഃഖഭാവത്തിലാണുള്ളത്. അതുവഴി നടന്ന വേളയിൽ ഒരു മയിലിൻ്റെ കരച്ചിൽ നറേറ്റർ കേൾക്കുന്നു. ഐ ഹേർഡ് എ പീകോക്ക് കോൾ ഫ്രോം സംവെയർ ബിഹൈൻഡ് ദ ടൂംബ്. When I turned around to look, I couldn't see him, but I heard him call once more. It was a strange call, resonant of millenniums past. അതെ, വർത്തമാനകാലത്ത് നിന്ന് ആധുനിക ഭാരതത്തിൻ്റെ തലസ്ഥാനത്ത് നിന്ന് നൂറ്റാണ്ടുകൾ പിറകിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വരമായി അത് അനുഭവപ്പെട്ടു. The narrator is continuing his onward journey further down the ages. He hears the birds cry and wonders, where are the peacocks? In which garden? ഓർക്കുക, ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്നത് തൻ്റെ ഭാവനയിലാണ്. He walks a little further and finds himself in a city whose outer walls touch the clouds. ആ മതിലിനകത്ത് മനോഹരമായൊരു ഉദ്യാനം. പലതരം പക്ഷികളുടെ സംഗീതവും കേൾക്കുന്നുണ്ട്. 2 notes were more distinct than the others. The whistle of the koel and the call of the peacock. Where is he? Arey, he is at Indraprastha, the city of the Pandavas. കഥയുടെ തുടക്കത്തിലെ 2 കാര്യങ്ങളിലേക്കൊന്ന് മടങ്ങാം. ആദ്യത്തേത് നറേറ്റർ പറയുന്നു, ഐ ഹാഡ് ആക്ച്വലി ഗോൺ ദെയർ ടു ഇൻക്വയർ ആഫ്റ്റർ ദ വെൽ ബീയിങ് ഓഫ് ദ പീകോക്സ്. ഇന്ദ്രപ്രസ്ഥയിലെത്തിയ കഥാകാരൻ ഇപ്പോൾ പറയുകയാണ്, I have travelled far and long. I have seen peacocks from different ages and lands. Now it's time for me. എന്തിന്? അദ്ദേഹം പറയുന്നു, to
to write my more Nama, my chronicle of the peacocks. നമ്മുടെ കഥയുടെ തലക്കെട്ടും ഇതാണ്. അദ്ദേഹം തുടരുന്നു. But before that, I must make another trip to Rajasthan and find out if the peacocks that had flown away in fear have returned. ബോംബ് പരീക്ഷണത്തിൽ ഭയപ്പെട്ട് പറന്നുപോയ മയിലുകൾ തിരിച്ചെത്തിയോ? അതറിയാൻ അദ്ദേഹം രാജസ്ഥാനിലേക്കൊന്ന് മടങ്ങുകയാണ്. കഥയുടെ തുടക്കത്തിൽ നാം കാണുന്ന ഒരു കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, how does our story start? Allah alone knows why this evil spirit is after me. What is this evil spirit? രാജസ്ഥാനിൽ മയിലുകളൊക്കെ മടങ്ങിയെത്തിയിട്ടുണ്ട്. വിചിത്രമെന്ന് പറയട്ടെ, തന്നെ കണ്ടപ്പോഴേക്കും അവയെല്ലാം ഭയപ്പാടോടെ ഓടിമറഞ്ഞു. Strangely, the moment they saw me, they were so terrified that screaming in terror, they rose from the hills and trees and scattered in the sky. At that moment, I sensed I wasn't alone. Someone was walking behind me. പുറകിലേക്ക് നോക്കിയ കഥാകാരൻ ഞെട്ടിപ്പോയി. What? Is that Ashwatthama of Kurukshetra? എപ്പോഴാണ് അശ്വത്ഥാമ തന്നോടൊപ്പം കൂടിയത്? Perhaps he began to follow me when on my way back from Indraprastha I stopped at Kurukshetra. Yes, I'm sure this evil creature attached himself to me there. War transforms man utterly. നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവിൻ്റെ ജീവിത പാഠങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കാം. കൗരവരും പാണ്ഡവരും ഒരുപോലെ ആദരിച്ചിരുന്ന ഗുരുവാണ് ദ്രോണാചാര്യർ. പിതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മകനിലും വളരെയധികം ഉണ്ടായിരുന്നു. എന്നാൽ പിതാവിൻ്റെ വിവേകപൂർവമായ ചിന്താരീതികളിൽ നിന്ന് മാറിയാണ് മകൻ പലപ്പോഴും സഞ്ചരിച്ചിരുന്നത്. ബ്രഹ്മാസ്ത്രം എന്ന ഏറ്റവും ഭയാനകമായ ആയുധവിദ്യ അറിയുന്ന ആളായിരുന്നു ദ്രോണാചാര്യർ. Its power was so great that it could reduce everything to ash, destroy all living things far and wide in an instant. തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനന് മാത്രമാണ് അദ്ദേഹം ഈ വിദ്യ പകർന്നു കൊടുത്തിട്ടുള്ളത്. കുരുക്ഷേത്ര യുദ്ധം അതിൻ്റെ ഭയാനകമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അർജുനനും ദ്രോണാചാര്യരും എതിർചേരികളിലാണ്. Both, however, had taken a vow never to use the Brahmastra because it would destroy the world. മരണാസന്നനായ ദ്രോണാചാര്യർ ബ്രഹ്മാസ്ത്ര വിദ്യ തൻ്റെ മകന് കൈമാറുന്നു. But he warned Ashwatthama sternly never to use it. എന്നാൽ ദ്രോണാചാര്യരുടെ മരണശേഷം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുവാൻ തന്നെ അശ്വത്ഥാമ തീരുമാനിക്കുന്നു. Sri Krishna hears that Ashwatthama has used the Brahmastra. The world will soon be destroyed. ഭയാനകമായ ഈ അവസ്ഥ ഒഴിവാക്കുവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ സമീപിച്ചു പറയുന്നു. ഓ അർജുന, Ashwatthama has released the Brahmastra. Now all living beings will be destroyed. Only you can counter that weapon. Act quickly before everything is reduced to ashes. ഇതു കേട്ട അർജുനനും ബ്രഹ്മാസ്ത്രം തൊടുക്കുന്നു. അതുളവാക്കിയ അതിശക്തമായ ചൂടിൽ വിദൂരമായൊരു വനത്തിലായിരുന്ന വ്യാസമഹർഷിയുടെ തപസ് തടസ്സപ്പെടുന്നു. ധ്യാനം ഉപേക്ഷിച്ച് കുരുക്ഷേത്രത്തിലെത്തിയ ഋഷി അശ്വത്ഥാമാവിനും അർജുനനും മധ്യേ നിന്ന് പറയുന്നു, ഓ evil ones, what great injustice is this? The entire world will be destroyed. Recall your weapons. വ്യാസമഹർഷിയുടെ വാക്കുകേട്ട് അർജുനൻ ആയുധം പിൻവലിച്ചു. എന്നാൽ അശ്വത്ഥാമാവ് ഇങ്ങനെ പ്രതികരിച്ചു, മഹാരാജ്, I have released the weapon, but I don't have the power to take it back. All I can do is to change its direction. അശ്വത്ഥാമാവിൻ്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു. പാണ്ഡവ സൈന്യത്തിനു നേരെ പതിക്കുന്നതിന് പകരം തൻ്റെ ആയുധം
പാണ്ഡവ ഭവനങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി മൂലം പാണ്ഡവ സ്ത്രീകളുടെ ഉദരങ്ങൾ നിർജീവമാകും. അതിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടും. The Pandavas shall have no heirs and their clan shall come to an end. പാണ്ഡവകുലത്തിൻ്റെ പൂർണ്ണ നാശം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ തീരുമാനം കേട്ട ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുന്നു. ഓ son of Dronacharya, you are a great sinner. By killing children, you have committed a great crime. I curse you to wander alone in the forest for 3,000 years. വ്രണബാധിതമായ ശരീരത്തോടെ സൗഖ്യമാകാത്ത മുറിവുകളോടെ 3000 വർഷം അലഞ്ഞു നടക്കാനുള്ള ശാപം അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ മേൽ പതിക്കുന്നു. ഈ ശാപത്തിൻ്റെ തുടർച്ചയായ അലച്ചിലിനിടയിലാണ് കുരുക്ഷേത്രത്തിൽ എത്തിയ കഥാകാരനെ പിൻപറ്റുവാൻ അശ്വത്ഥാമാവിന് സാധിക്കുന്നത്. മയിലുകളുടെ അവസ്ഥ തേടി രാജസ്ഥാനിലെത്തിയ നറേറ്റർ ഇപ്പോൾ തന്നെ പിന്തുടരുന്ന അശ്വത്ഥാമയിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ്. പുണ്യസങ്കേതങ്ങൾ കയറുവാൻ ഇത്തരം ദുരാത്മാക്കൾക്ക് സാധിക്കുകയില്ല എന്ന ചിന്തയോടെ അവിടെയുള്ള ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അഭയം തേടുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക. Even I wanted to run away from him as far as possible, but he clung to me like a shadow. Ya Allah, where can I hide? How can I get rid of him? I suddenly remembered that Mirabai's Samadhi was nearby. I wondered if I should seek shelter there. Then it occurred to me that the dargah of Khwaja Moinuddin Chishti was also there in the same vicinity. If I could find it, I would easily get rid of this evil spirit. Who would let him enter the dargah? Other thoughts raced through my mind, but I didn't know how to cast him off. No matter what path I took, he followed me like a shadow. കുരുക്ഷേത്രത്തിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാം. പാണ്ഡവ ഭവനങ്ങളിൽ നിന്നെല്ലാം വിലാപമുയരുകയാണ്. അർജുന പത്നിയായ സുഭദ്ര തൻ്റെ പുത്രൻ അഭിമന്യു കൊല്ലപ്പെട്ടതോർത്ത് കരയുന്നു. അഭിമന്യുവിൻ്റെ പത്നി ഉത്തരയ്ക്ക് ജനിക്കുന്ന മകനിലൂടെ പാണ്ഡവകുലം മുൻപോട്ട് നീങ്ങും എന്നായിരുന്നു സുഭദ്ര ചിന്തിച്ചത്. എന്നാൽ ഇപ്പോൾ അശ്വത്ഥാമാവിൻ്റെ വാക്കുപോലെ ഒരു ചാപിള്ളയ്ക്ക് ജന്മം നൽകിയ ഉത്തര വീണുപോയി. ബ്രഹ്മാസ്ത്രം സകല പാണ്ഡവ ഭവനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തി. But then Subhadra remembers the promise of her brother Sri Krishna. Sister, I shall not let your daughter-in-law's womb remain barren. Sri Krishna, the incarnation of Vishnu, gives life to the stillborn baby. He also predicted that Uttara's son will be on the throne of Hastinapur, bringing honor to the Pandavas. This son of Uttara is Parikshit. Now we see him as the king of Hastinapur. ഒരു ദിവസം തന്നെ സന്ദർശിക്കുവാൻ വന്ന വ്യാസ മഹർഷിയെ ആദരപൂർവ്വം ക്ഷണിച്ച് സ്വീകരിച്ച പരീക്ഷിത് മഹർഷിയോട് സംസാരിക്കുകയാണ്. Oh wise one, may I ask you a question? Ask, dear. Maharaj, all the elders of our family were present at Kurukshetra. Why didn't they understand that in war everyone has to pay a heavy price? യുദ്ധത്തിൽ എല്ലാവർക്കും നഷ്ടങ്ങളല്ലേ ഉള്ളൂ. യുദ്ധമെല്ലാം നശിപ്പിക്കുമെന്ന് എന്തുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞില്ല? Son, during the times of war, even the best men lose their heads. Besides, that which is fated must come to pass. അശ്വത്ഥാമാവിനെ കണ്ട ഞെടുക്കത്തിൽ നിന്നുകൊണ്ട് നാരറ്റർ പറയുകയാണ്, ഓ ദിസ് കേഴ്സ്ഡ് മാൻ ഹാസൻറ്റ് യെറ്റ് കംപ്ലീറ്റഡ് ഹിസ് 3000 years. പരീക്ഷത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുന്നു. യുദ്ധങ്ങൾ ഇരുവശത്തും നാശം വിതയ്ക്കും എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് മനുഷ്യർ യുദ്ധഭ്രാന്തന്മാരാകുന്നു? ഈ കാലത്ത് ഈ ചോദ്യം കൂടുതൽ പ്രസക്തമല്ലേ? ഇറ്റ് ഹങ് ഓവർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ലൈക്ക് എ സ്വോർഡ്. It still hovers over us, demanding an answer. അശ്വത്ഥാമാവിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ചിന്തയോടെ
നാരറ്റർ വഴിമാറി നടക്കാൻ ശ്രമിക്കുന്നു. അതിർത്തി കടന്ന് തൻ്റെ നാട്ടിൽ എത്തിയാൽ താൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അവസാനം അതും സാധ്യമാകുന്നു. I crossed the border and heaved a sigh of relief. I thanked God that I had finally escaped from that evil spirit. വിക്രമാദിത്യ വേതാള കഥകളിലെ പോലെയല്ലല്ലോ യാഥാർത്ഥ്യം എന്നും അദ്ദേഹം ചിന്തിക്കുന്നു. It is only in stories that evil spirits cling to living beings. Anyway, I was free and very relieved. വിവിധ കാലങ്ങളിലെ സ്ഥലങ്ങളിലെ മയിലുകളെ കണ്ട തനിക്ക് ഇനി അവയെക്കുറിച്ച് മനോഹരമായ കഥകൾ എഴുതാം. ദിവ്യമായ ഒരു മയിൽ തൻ്റെ മനസ്സിൽ നിന്നും നൃത്തം ചെയ്യുന്നത് കണ്ടുകൊണ്ട് കഥാകാരൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. But as I approached my house, I heard soft footsteps behind me. I turned around. I was paralyzed with fear. Ashwathama had followed me home. നിസ്സഹായമായ ഒരു നിലവിളി മാത്രം അദ്ദേഹത്തിൽ നിന്നും പുറപ്പെടുന്നു. Oh my Creator, oh my Protector, when will this evil spirit complete his curse of 3,000 years? When will I be able to write my Mormama, my Chronicle of the Peacocks? സന്തോഷ സമാധാന സന്ദേശങ്ങൾ കൈമാറുവാൻ താല്പര്യമുള്ളവരാണ് നാം എല്ലാവരും. നമുക്കും ചുറ്റുപാടുകൾക്കും നല്ലത് വരണം എന്നല്ലാതെ എന്താണ് നമുക്ക് ആഗ്രഹിക്കാനാവുക? എങ്കിലും നാം കൂടെ ഭാഗമായ മനുഷ്യകുലത്തിൻ്റെ യുദ്ധഭ്രാന്ത് എല്ലാ കാലത്തെയും ഭയാനക ചരിത്രമാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും തകർത്ത് കളയുന്ന സകലത്തിൽ നിന്നും നമ്മെ തന്നെ അകറ്റി നിർത്തിക്കൊണ്ട് നമുക്കും എഴുതാനാകുമോ നമ്മുടേതായ മയൂരചരിതം? ആശംസകളോടെ പ്രാർത്ഥനകളോടെ കോട്ടയം CMS കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകർ.